വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നാടൻ മീൻകറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, മൊത്തം കാണണം. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. മീൻ മുളക് കറി നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കൊഴിയാളയാണ്. മത്തി, കൊഴിയാള, അയല എന്നിവ ചെവിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് വൃത്തിയായി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീൻ തല ഒഴിച്ച് ബാക്കി 2 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം 3 പീസാണ് ഒരു മീൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായി വേണ്ടത് മീൻകറിക്ക് ആവശ്യമായ പുളിയാണ്. ഞാൻ പിണംപുളിയാണ് എടുത്തിരിക്കുന്നത്, പിണറെന്ന് പറയും. ഒരു ഇടത്തരം വലിപ്പമുള്ള പുളിയാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കറി വയ്ക്കാൻ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതിയാകും. നല്ല കുതിർന്ന് കിട്ടണം. വേണ്ടത് കൊച്ചുള്ളിയാണ്. 1 കൈ വലിപ്പത്തിലാണ് കൊച്ചുള്ളി വേണ്ടത്. കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചതച്ചെടുക്കുക. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില വേണം. കടുവർക്ക് ആവശ്യമായ കടുക് വേണം. എണ്ണ വേണം. ഉപ്പ് വേണം. മീൻകറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. മൺചട്ടിയിലാണ് മീൻകറി തയ്യാറാക്കുന്നത്. 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചുറ്റും ഒന്ന് കറക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും ചട്ടിക്ക്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. തീ സിമ്മി വെച്ച് വേണം കടുക് വറുക്കാൻ. കടുക് പൊട്ടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കതപ്പ് കറിവേപ്പില ഒന്ന് ഞെരടിയിട്ട് കൊടുക്കാം. മൺചട്ടിയിലാണ് മീൻകറി സാധാരണ വെക്കുന്നത്. എല്ലാവരും തന്നെ മൺചട്ടി മീൻകറി വെക്കാൻ ശ്രമിക്കുക. മീൻകറിക്ക് തോനെ എരി വേണ്ടവർ പച്ചമുളക് ചേർക്കണം. ഞാൻ ഇവിടെ പച്ചമുളക് ചേർക്കുന്നില്ല ഈ കറിക്ക്. കൊച്ചുള്ളി, സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പില നന്നായി വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. തീ കുറച്ച് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ. ഇനി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കിയെടുക്കുക. തീ നല്ല സിമ്മിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി പൗഡറാണ്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1.5 സ്പൂൺ മതിയാകും. നന്നായി ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മൂത്ത് കിട്ടാനാണ്. എണ്ണ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അരമുറി പുളി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് പുളി ഒഴിച്ച് വെച്ചിരുന്നത്. ഞാൻ മൊത്തം 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് പുളിയിലും ചേർത്തിരുന്നു. ബാക്കി അല്ലാതെ 2 ഗ്ലാസ് ഒഴിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതുവരേക്കും നമുക്കൊന്ന് മൂടി വെക്കാം. കാരണം ഞാൻ ഇവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തു. നിങ്ങൾക്കിവിടെ ചാറ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ വെച്ച് ഓഫ് ചെയ്യുകയാണ്. അതിന് മുമ്പ് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ 1 കതർ കറിവേപ്പിലയും 1/2 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഞാൻ ഒരല്പമേ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ നേരത്തെയൊക്കെ വെളിച്ചെണ്ണ ചേർത്തിരുന്നു. ഇനി ഞാൻ ഒന്ന് മൂടി വെച്ച് 1 മിനിറ്റ് അടുപ്പിച്ച് ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുകയാണ്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ എല്ലാവരും മീൻകറിയും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.